ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് കാരണം രോഗികൾ ദുരിതത്തിലാവുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വെള്ള നിറത്തിലുള്ള കോട്ടും സ്റ്റെതസ്കോപ്പുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് DCC വൈസ് പ്രസിഡന്റ് ടിറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഇന്നിങ്ങനെ ഈ രാവിലെ തന്നെ ഇവിടെ സമരവുമായി വന്നിട്ടുള്ളത് ഇവിടുത്തെ ഡോക്ടറെയും ഇവിടുത്തെ ജീവനക്കാരനെയും അവമാനിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ഇന്നിവിടെ സമരം ചെയ്യുന്നത് ഈ ഒരു പ്രസ്ഥാനം, ആയിരങ്ങളുടെ ആശ്രയമായിട്ടുള്ള ഈ പ്രസ്ഥാനം ഇവിടെ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഇവിടെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചു, ജൂൺ മാസം മുതൽ നമ്മൾക്കറിയാം, ജൂൺ മാസം അനേകം രോഗങ്ങളാൽ വലഞ്ഞ് ഈ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകൾ വരെ, കാരണം ഇതൊരു താലൂക്ക് ആശുപത്രിയാണ്, വരെ ആശ്രയിക്കുന്ന, സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ എനിക്ക് തോന്നുന്നു ജൂൺ മാസം വരെ ഡോക്ടർമാർ ആകെ 1-2 പേരുടെ സേവനം മാത്രമേ ഇവിടെ ലഭ്യമാവുന്നുള്ളൂ. നിലവിൽ 12 ഡോക്ടർമാർക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതുവരെയായിട്ടും അവരുടെ ഇത് നികത്തിയിട്ടില്ല. ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 400 പേരോളം വരുന്ന ഔട്ട് പേഷ്യൻസിനെയാണ് ഒരു ഡോക്ടർക്ക് ഒരു ദിവസം കാണേണ്ടി വരുന്നത്. അതിദയനീയമാണ് ഇവിടുത്തെ ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ ആശ്രയിച്ച് വരുന്ന രോഗികളുടെയും അവസ്ഥ. ഇനി മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാലോ അവിടെയും നീണ്ട ക്യൂ ആണ്. മരുന്നിന് വേണ്ടി ഡോക്ടർമാരുടെ കുറിപ്പടിയുമായി ക്യൂ നിൽക്കുന്ന അവശരായിട്ടുള്ള രോഗികൾ. ഈ വിഷയം പലകുറി പഞ്ചായത്ത് മെമ്പർമാർ വഴി, പ്രതിപക്ഷ നേതാക്കന്മാർ വഴി പലകുറി ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്താണ് ഈ സ്ഥാപനത്തിൻ്റെ മേലധികാരികൾ, അവരെ അറിയിക്കുകയുണ്ടായി. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. നമുക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ അടുത്ത കാലത്ത് ഈ ബിൽഡിങ്ങിന് നമ്പർ ഇടുന്നതിന് വേണ്ടിയിട്ട് 2.5 ലക്ഷം രൂപ കൈക്കൂലി മേടിക്കണം എന്ന് പറഞ്ഞവരാണ്. എന്നിട്ട് ഇവിടുത്തെ സൂപ്രണ്ടെ ഭീഷണിപ്പെടുത്തിയവരാണ്. നമുക്കറിയാം, ഈ ആരോഗ്യ മേഖല എങ്ങോട്ടാണ്. സംസ്ഥാന സർക്കാർ PR ഏജൻസിയുടെയും മറ്റും സഹായത്തോടുകൂടി എന്നും പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ നമ്പർ 1 കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തെ ആരോഗ്യ മേഖലയെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്പർ 1 ഏത് തരത്തിലാണ്? ഇവിടെ നമ്പർ 1 എനിക്ക് തോന്നുന്നു മാലിപ്പുറം ആശുപത്രിയും ഇതേപോലെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ്. അപ്പോൾ ഈ ദയനീയമായിട്ടുള്ള സ്ഥിതിയിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മേലധികാരികളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം ഈ ഡോക്ടർമാരുടെ വേഷം കെട്ടിയും സ്റ്റെതസ്കോപ്പുമായി ഇവിടെ സമരം ചെയ്യുന്നത്. മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ആവശ്യം ഇവിടെ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ആവശ്യമാവുക എന്നുള്ളത് തന്നെയാണ്. ഇതിന് യൂത്ത് കോൺഗ്രസും ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇവിടെ സമരം മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടുത്തെ തീരുമാനം എന്നറിയിച്ചുകൊണ്ട് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം പ്രസിഡന്റ് AP ലാലു മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർമാരുടെ കുറവ് പലതവണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഞാറക്കൽ താലൂക്ക് ആശുപത്രിയുടെ പല വികസന പ്രവർത്തനങ്ങളും മുടക്കി സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നിലപാടാണ് ബ്ലോക്ക് പഞ്ചായത്ത് എടുക്കുന്നതെന്ന് നേതാക്കന്മാർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ നിതിൻ ബാബു, ആഷ്ലിൻ പോൾ, KS ഹർഷാദ്, വിഷ്ണു പള്ളത്ത്, ബിബിൻ മര്യാദാസ്, KS ശ്രീയേഷ്, PS ഷിജിത്ത്, CD സച്ചിൻ, വിനീഷ് വർഗീസ്, കോൺഗ്രസ് നേതാക്കന്മാരായ അഗസ്റ്റിൻ മണ്ടോത്ത്, ജൂഡ് പുളിക്കൽ, സേവ്യർ തുണ്ടിപ്പറമ്പിൽ, AM നവാസ്, സാജു മാമ്പിള്ളി, NF അഗസ്റ്റിൻ, എലിസബത്ത് എഡ്വേർഡ്, ഷിൽഡ റിബേരോ, KV രഞ്ജൻ, TR ജയരാജ്, റെനിൽ പള്ളത്ത്, ഷീല സാബു, KB രാജേന്ദ്രൻ, സ്റ്റീഫൻ റോഡ്രിക്സ്, പ്രീതി ഉണ്ണികൃഷ്ണൻ, വാസന്തി സജീവൻ, NB രഞ്ജൻ, ഡെന്നി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു.